ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളൊരു ഫുൾ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന് ഭയങ്കര ഒരു സ്പെഷ്യൽ ഉണ്ട്. ഇന്ന് അസറുഖാൻ്റെ കല്യാണ റിസപ്ഷനാണ്. കൊല്ലത്തെ പരിപാടിക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല, അന്ന് ഉപ്പപ്പാൻ്റെ ആണ്ടായിരുന്നു. അപ്പം ഇന്ന് ആ പരിപാടിക്ക് പോവാണ്. ഈവനിങ് ആണ് ഫംഗ്ഷൻ വരുന്നത്. അപ്പം ഞാനും എൻ്റെ രണ്ട് അനിയന്മാരും കൂടെയാണ് പോണത്. അപ്പം ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ ലൈഫിൽ വലിയൊരു സ്ഥാനമുള്ളൊരു മനുഷ്യനാണ് അസറുക്ക. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത്, ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അസറുക്കാൻ്റെ കല്യാണത്തിന് പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് കാണാണ്. അപ്പം നാട്ടിൽ വന്നതിന് ശേഷം പലപ്പോഴായിട്ട് പലരും അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടു, സംസാരിച്ചു എന്നല്ലാണ്ട് നമ്മളെല്ലാവരെയും കൂടെയാണൊന്നും മീറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ എല്ലാവരും വ്ളോഗ് കാണാം. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ മാക്സിമം വ്ളോഗ് എടുക്കാം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ആൾക്കാരുടെ പോയിട്ട് വ്ളോഗ് എടുക്കാൻ പോകണം. അപ്പം അതിൻ്റെ ചെറിയൊരു ഷൈ എനിക്കുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് നല്ലൊരു വ്ളോഗ് ആയിരിക്കും. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ.
ഹായ്. അപ്പോൾ ഇന്നലെ പരിപാടി കഴിഞ്ഞ് നല്ല ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോക്ക് വൈൻഡപ്പ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോക്ക് വൈൻഡപ്പ് എടുക്കുകയാണ്. എൻ്റെ ഇന്നലത്തെ കല്യാണത്തിൻ്റെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളും പറയാൻ വിചാരിച്ചു. ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ മാക്സിമം വീഡിയോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തിരിക്കണ്. പിന്നെ നമ്മൾ ആ ഒരു പരിപാടിയിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ ആ ഒരു ലൂപ്പ് പെട്ട് കഴിഞ്ഞാൽ വീഡിയോസ് എടുക്കാൻ തോന്നില്ല. ആ ഒരു മൊമെൻറ്റ് എങ്ങനെയൊക്കെ എക്സ്ട്രീംലി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നമ്മൾ അതിനാണ് നിൽക്കുക. പിന്നെ ഞാനും എൻ്റെ രണ്ടനിയന്മാരും പോയതുകൊണ്ട് തന്നെ എൻ്റെ രണ്ടനിയന്മാർ ഭയങ്കര ആക്റ്റീവ്. ഞാൻ ഞെട്ടിപ്പോയി ഒരു ഡാൻസൊക്കെ കളിക്കണ്ടിട്ട്. കാരണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു ചെയ്യൂല എന്നല്ല, ബട്ട് ഭയങ്കര ആക്റ്റീവ് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ്. രണ്ടുപേരും ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കണു. ആ ഒരു സർക്കിളിൽ കിടന്ന് എല്ലാം ഞാൻ ഇങ്ങനെ ഒരു ഷൈ ആവോ, ഒരു മടിയാവോ, ഒരു പോസ്റ്റ് ആവോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു. പിന്നെ ഇന്നലെ കുറേ ആൾക്കാരെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന കുറേ ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക ഒക്കെ ഭയങ്കര സന്തോഷം. ഞാൻ ഞെട്ടിപ്പോയി. എന്നെ അറിയോ ആ ഒരു സാധനം വരില്ലേ. പിന്നെ കുറച്ചായിട്ട് ഇപ്പോൾ ചെറിയൊരു മടി പ്രശ്നമുണ്ട് എനിക്ക്. ഇങ്ങനെ കുറേ ആൾക്കാരുടെ ഒരു പരിപാടിക്കൊക്കെ പോയാൽ ചെറുതായിട്ടൊരു മടി. ആദ്യം കുറച്ച് നേരം ഒരു ഇൻട്രോവേർട്ട് വൈബ് ആയിരിക്കും. എനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് നല്ല പരിപാടി ആയിരുന്നു. നല്ല പരിപാടി പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഈ ഓഗസ്റ്റിൽ ഇതേപോലെ ഡ്രെഡിൻ്റെ ഷാനുവിൻ്റെ കല്യാണമാണ് ലാസ്റ്റ് അറ്റൻഡ് ചെയ്തത്. എല്ലാവരും ഉള്ളൊരു ഫംഗ്ഷൻ. അതിൽ ജിംഷാൻ്റെ ഇഫ്രാൻ്റെ പരിപാടിക്ക് എന്നെ വിളിച്ചു. പക്ഷെ എനിക്ക് രണ്ടിനും പോകാൻ പറ്റിയില്ല. രണ്ട് ഫംഗ്ഷനും ഒരു വിളിച്ച്, രണ്ടുപേരും എന്നെ ഒരുപാട് വിളിച്ച്. ബട്ട് എനിക്ക് ആ സമയത്ത് ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഈ ഒരു പരിപാടി ഫിക്സ് ആക്കിയ മുതലേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്തായാലും പോകണം, എന്തായാലും പോകണം, എന്തായാലും പോകണം പറഞ്ഞിട്ട്. നല്ല പരിപാടിയായിരുന്നു. പിന്നെ ഇന്നലെ ഒരു സ്പെഷ്യൽ എൻട്രിയും ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫണ്ണായിരുന്നു. ആൻഡ് ഭയങ്കര എനർജി ആയിരുന്നു എല്ലാവർക്കും. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. എന്താ പറയുക, നല്ല രസമുള്ളൊരു ദിവസം. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു നൈറ്റ്. നല്ല മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. കാരണം എനിക്കിങ്ങനെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൊമെൻറ്റ് എക്സ്ട്രീംലി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് എടുക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടാവില്ല. ഫോണൊന്നും തീരെ ശ്രദ്ധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യാം. ആൻഡ് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനിയും കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇനി നമുക്കൊരു ഞാൻ പറയട്ടെ, ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി എനിക്ക് ഇതിനൊരു പുഷ് കിട്ടി കഴിഞ്ഞാൽ, ഞാൻ ആ ഒരു മൂഡ് കയറി കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടും. ഇല്ലേ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ ഇനി അങ്ങോട്ട് നമുക്ക് വ്ളോഗ്സ് ഇടണമെന്നൊക്കെ ഞാൻ വിചാരിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കുറേ പ്രശ്നങ്ങളുണ്ടാവും, കാരണം ഞാൻ അത്ര അടിപൊളിയായിട്ട് വ്ളോഗ് ചെയ്യുന്ന ഒരാളൊന്നല്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.